പുറമെ ഇസ്ലാമാബാദിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ. ഇന്ത്യയുടെ തിരിച്ചടിയെ കുറിച്ച് ആദ്യം പറയാം. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ പിന്നിടുകയാണ് ഇന്നത്തെ പാകിസ്ഥാൻ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം, മറക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ എന്ത് പ്രകോപനം നടത്തിയാലും പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? ഇസ്ലാമാബാദിൽ വരെ വന്ന് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഞാൻ അറിയണ്ട്. ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ മാത്രം ഉദ്ദേശിച്ചു തുടങ്ങിയതാണ്. ഐഡിയ വിട്ടിട്ടില്ല. സത്യം എനിക്കറിയണം. നമ്മളുടെ ഡ്രോണുകൾ തിരിച്ചടിക്കുകയാണ്. അത് എന്തിന്റെ തിരിച്ചടിയാണ്? സൂക്ഷിക്കണം. തീക്ഷ്ണതയോടെ കത്തുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ അല്ലായിരുന്നു പോരാട്ടം തുടങ്ങിയത്, ഭീകരർക്കെതിരെയായിരുന്നു. വെറുതെ ഒരു രസത്തിന്, ഒരു തമാശക്ക് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങി. ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ആരോട് യുദ്ധം വയ്യ. ഇത് യുദ്ധമല്ല, ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നാളത്തെ സങ്കടമാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. അത് സിയാൽകോട്ടും ലാഹോറും കടന്ന് ഇസ്ലാമാബാദിൽ വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തുകാർക്ക് അറിയില്ല. നാവികസേനയുടെ ആക്രമണമാണ് നടക്കുന്നതെന്ന് അറിയില്ല. മുന്നിലുണ്ടെങ്കിൽ കൊല്ലാനും ചാവലടിയാ. എന്നെ കൊണ്ട് അതേ കഴിയും. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിലാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീഴുകയും ചെയ്ത്. പാകിസ്ഥാൻ അടുത്ത മണ്ടത്തരം കാണിച്ചു. ഇന്ത്യയിൽ തുടർച്ചയായ 2ാം രാത്രിയിലും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു. ഇന്ത്യയുടെ സുസജ്ജമായ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി മാറ്റുകയായിരുന്നു. പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി അടിച്ചിരിക്കുകയാണ് ഇന്ത്യ, തലയ്ക്കടിച്ചിരിക്കുന്നു. ഉറിയിലെ ചെറിയ രീതിയിൽ ഷെല്ലിംഗ് തുടരുന്നു എന്ന ഔദ്യോഗിക വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ കറാച്ചിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് നാവികസേനയാണ്. പാക് പട്ടാളത്തിന്റെ വക്താവ് നിങ്ങളുടെ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണിരിക്കുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്നത് എന്തിനാണ്? ഈ രാത്രിയിൽ നിങ്ങൾ ആക്രമിക്കാൻ വന്നത്? നേർക്ക് നേരെ നിന്ന് തല്ലുന്നതോടാ ഇഷ്ടം. മനസ്സിലായ? ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് നൽകുന്നത്.